ഹലോ നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു കടച്ചക്ക കൊണ്ടുള്ള ഒരു കൂട്ടാൻ്റെ റെസിപ്പി നോക്കിയാൽ വളരെ ടേസ്റ്റി ആയിട്ട് കടച്ചക്ക ഇഷ്ടമില്ലാത്തവർ പോലും കഴിച്ചു പോകും. അത്ര ടേസ്റ്റിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനായിട്ട് നമ്മുടെ മെയിൻ ഐറ്റം കടച്ചക്ക ഞാൻ ദാ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മുഴുവൻ ഒന്നും വേണ്ട, അത്യാവശ്യം വലിപ്പമുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പകുതിയേ നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു തോലും കാര്യങ്ങളൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഒത്തിരി ചെറുതാക്കണ്ട. ദാ ഈ രീതിയിൽ ഞാൻ കംപ്ലീറ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ കുക്കറിലേക്ക് ഇട്ട് ഒറ്റ വിസിൽ കേൾപ്പിച്ചാൽ പെട്ടെന്ന് തന്നെ ഇത് സോഫ്റ്റായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ദാ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് ഒരേ ഒരു വിസിൽ കേൾക്കി ഒന്ന് വേവിച്ചിട്ടെടുക്കാം. ഒരേ ഒരു വിസിൽ കൊണ്ട് തന്നെ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ടൊന്ന് വെന്ത് കിട്ടും. ഇത് മതി. പിന്നെ കുക്കറിൽ വെച്ചിട്ട് വേവിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് മൺചട്ടിയിലാണെങ്കിലും വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇത് വെച്ചിട്ട് നമ്മളുടെ റെസിപ്പി അങ്ങ് റെഡിയാക്കി എടുത്തേക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായ ശേഷം ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ നല്ലപോലെ ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത്, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളിയും കൂടി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമുക്കിതിലേക്ക് ഒരു വലിയ പച്ചമുളക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഇളക്കി കൊടുത്തുകൊണ്ട് നമുക്കൊന്ന് വഴറ്റിയിട്ടെടുക്കാം. അതിൻ്റെ ഒരു പച്ചച്ചുവയൊന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള ഇതുപോലെ ഒന്ന് പൊടിയായിട്ട് കട്ട് ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുത്തേക്കാം. ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് പെട്ടെന്നൊന്ന് നമുക്ക് സവാള വഴറ്റിയിട്ടെടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ കൂടിപ്പോരുത്. നമ്മൾ നേരത്തെ കുക്കറിൽ കടച്ചക്ക വേവിച്ചപ്പോൾ ഉപ്പിട്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ചേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് സോഫ്റ്റായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങയും കൂടി ചേർത്ത് ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് ഞാൻ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തത്. എരിവൽപ്പം കൂടി വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 3/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പൊടികളുടെ ആ ഒരു പച്ചച്ചുവയും കൂടി ഒന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേവിച്ച കടച്ചക്ക ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഒരു എരിവും കാര്യങ്ങളൊക്കെ എല്ലായിടത്തേക്കും ആവുന്ന രീതിക്ക് ഇതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പില ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റുള്ള നല്ല അടിപൊളി ഒരു കടച്ചക്ക കൊണ്ടുള്ള കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടും നല്ല ടേസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം.